അസ്സലാമു അലൈക്കും. ഞാൻ നിസാറാണ്. ഞാൻ ആലപ്പുഴയിലെ ജില്ലാ കോടതി വാർഡിലാണുള്ളത്. ഇതിൻ്റെ സുഹൃത്തുക്കളെ നേരത്തെ ആലപ്പുഴ വന്നതാണ്. ഇത് നാസർ, ഒരു 40 വയസ്സായി. നാസറിനുണ്ട് മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്, വീടില്ല. നാസർ ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ബുദ്ധിമുട്ടിലാണ്. നേരത്തെ ഒരു വർഷമായിട്ട് പറ്റ കിടത്തത്തിൽ അങ്ങനെയുള്ള ഒരവസ്ഥയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നാസറിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പം നാസറിന് ഇപ്പോൾ പറ്റ കിടക്കുന്ന അവസ്ഥ ഉണ്ട്. ഇപ്പോൾ നാസറിന് ഒരു ഇഞ്ചക്ഷൻ 1.5 ലക്ഷം റുപ്യ വില വരും ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ. ഈ ഇഞ്ചക്ഷൻ 1 ലക്ഷം റുപ്യ വില, 1.5 ലക്ഷം റുപ്യോളം വില വരുന്നത് ഒരു പക്ഷേ ഒരാഴ്ച വരെയൊക്കെ ഡ്യൂറേഷൻ കിട്ടുള്ളൂ. അടുത്ത ആഴ്ചക്ക് ഇതിൻ്റെ ഇത് കുറയുകയാണെങ്കിൽ രണ്ടാമത്തോ മൂന്നാമത്തോ പിന്നെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊരു മൂന്നാമത് ഓപ്പറേഷൻ്റെ ഒരു ഓപ്ഷനൊന്നും പറഞ്ഞിട്ടില്ല. 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഈ ഒരു അവസ്ഥയിൽ കിടക്കുക. അപ്പോൾ ഇനി അത് പഠിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പം ഇഞ്ചക്ഷൻ വേണോ, ഇനി ഒരു ഓപ്പറേഷൻ വേണോ എന്നുള്ളത് പഠിക്കണം. ഇപ്പോൾ കോഴിക്കോട് നാരായണൻകുട്ടി വാര്യർ ഡോക്ടറെ കാണിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഇതിനെപ്പറ്റി പറയണത്, ഇഞ്ചക്ഷന്. അപ്പോൾ 1.5 ലക്ഷം റുപ്യ ഇഞ്ചക്ഷന് വരും. എല്ലാ ആഴ്ചയും അത് ചെയ്യണം. 1.5 ലക്ഷം റുപ്യ പോയിട്ട് അവന് ഭക്ഷണത്തിന് പോലും സാധാ മരുന്നിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾ എനിക്കറിയാം എത്രമാത്രം ആൾ കാണും, എങ്ങനെ കാണും എന്നൊക്കെ ഉള്ളത്. ഇതിനെ നമ്മൾ മനസ്സറിഞ്ഞ് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഒരു ചായൻ്റെയും കടീൻ്റെയും പൈസ 25 റുപ്യ ഒരാൾ സഹായിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ കൂടെ ഫോൺ പേയും ഇതിൻ്റെ QR കോഡൊക്കെ കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ പേൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ. ഒരാൾ 25 റുപ്യ സഹായിച്ചാൽ പോലും എനിക്ക് ഈ ആഴ്ചക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് സഹായിക്കണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. എല്ലാവരും നാസറിൻ്റെ കുടുംബത്തിന്, അവന് വീടില്ല, 2 മക്കളാണ്, എല്ലാവരും കുടുംബത്തിനെ സഹായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മക്കളെ എന്താ പേര്? എൻ്റെ പേരോ? ഇപ്പം എൻ്റെ പറയാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറയണോ? നിങ്ങളെ സഹായിച്ചാൽ എൻ്റെ വാപ്പയുടെ അസുഖമൊക്കെ മാറും, വാപ്പ എഴുന്നേറ്റൊക്കെ നടക്കും. എല്ലാവരും ഒരിത്തിരി പൈസയിലും തന്ന് സഹായിക്കണം. അത് മതി, നമ്മളിപ്പനെ തിരിച്ചു കിട്ടാനും ഇപ്പം എൻ്റെ കൂടെ അങ്ങനെ ജീവിക്കാനും പൂതിയായിട്ടാണ് അല്ലേ? 1 വർഷത്തോളം എൻ്റെ കുഞ്ഞിങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞത് 1.5 ലക്ഷം രൂപ വേണം ഒരു ഇഞ്ചക്ഷന്. അത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് നടന്നൊക്കെ ഇതാവുമെന്നൊക്കെ എല്ലാവരും പറയുന്നു, ഡോക്ടർമാരും ഒക്കെ. അപ്പം അതിനു വേണ്ടി എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും സഹായം വേണം. അത് അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നോ നടന്ന് എനിക്ക് കാണണം, അത്രേ ഉള്ളൂ. അങ്ങനെ 2 കുഞ്ഞുങ്ങളാണ് അവനിക്ക്. ഇതുങ്ങൾ 2 പെണ്ണാണെങ്കിലും ഒരു ചെറുപ്പമാണ്. കങ്ങോളം കാലമാക്കി കൊടുക്കണം എൻ്റെ മോനെ. ഞാനിതാ എൻ്റെ കൂടെ ഇവിടെ ഈ മഹല്ലിലെ പള്ളിൻ്റെ പ്രസിഡന്റ് ഉണ്ട്, ഈ മഹല്ലിലെ പള്ളിയിലെ ഖത്തീബ് ഉണ്ട്, ഉസ്താദ്, സെക്രട്ടറി ഉണ്ട് ഈ മഹല്ലിൻ്റെ തന്നെ. ഇത് നസീർ, ഈ നാസറിൻ്റെ ജ്യേഷ്ഠനാണ്. നസീറാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കുന്നതും നോക്കി നടക്കണമൊക്കെ നസീറാണ്. ഉസ്താദിന് എന്താ പറയാണ്ട്? ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ഐഷ പറഞ്ഞത്, ഉടുപ്പാനെ സഹായിക്കണമെന്ന്. ഐഷ എൻ്റെ സ്റ്റുഡൻ്റാണ്. 2-3 മാസമായി മദർസയിലൊക്കെ വന്നിട്ട്. കാരണം ഉടുപ്പാക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് അത്രയും ഒരു പ്രതിസന്ധിയിലാണ് അവരുള്ളത്. മറ്റാരുമില്ല സഹായിക്കാൻ. വളരെ നിർഭരമായ ഒരു കുടുംബമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നിസാറൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ കഴിയുന്നൊരു സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് അവർക്കൊരു വാപ്പ ആഫിയത്തോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ അവർക്കൊരു നല്ല സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ സന്തോഷത്തിൻ്റെയും നമ്മുടെ മക്കളോടൊപ്പം കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവരിങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക? നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.